ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫുട്ബോൾ DIG കപ്പ് ടൂർണമെന്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പോലീസ് സബ് ഡിവിഷന് കീഴിലുള്ള ഫുട്ബോൾ മത്സരം പടിഞ്ഞാറേക്കരയിൽ നടന്നു. അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ മത്സരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ലഹരിക്കെതിരെ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നടക്കുന്ന DIG കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കാഞ്ഞങ്ങാട് പോലീസ് സബ് ഡിവിഷന് കീഴിലുള്ള ഫുട്ബോൾ മത്സരം കാഞ്ഞങ്ങാട് പടിഞ്ഞാറേക്കര റോയൽ സോക്കർ സെവൻസ് ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ടിൽ നടത്തി. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. യുവാക്കളും കുട്ടികളും ലഹരിക്ക് അടിമപ്പെടാതെ ഫുട്ബോൾ അടക്കമുള്ള കായിക വിനോദങ്ങൾ ലഹരിയാക്കണമെന്ന് അഡീഷണൽ SP ബാലകൃഷ്ണൻ നായർ അഭിപ്രായപ്പെട്ടു. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ ഈ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ഈ മത്സരത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ എടുക്കണം. ഞങ്ങൾ ഈ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല കളിക്കലങ്ങളിൽ ഇപ്പോൾ നോക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഈ കളി കഴിഞ്ഞിട്ട് ചില നമ്മുടെ കളിക്കാരൊക്കെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതൊരു സത്യമാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ. ഒരാള് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങോളം ലഹരിക്കെതിരെ പോരാട്ടം, ഒരാള് കാലുറക്കാതെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ് നടക്കുന്നൊക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അത് ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ KPV രാജീവൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് DVSP ബാബു പെരിങ്ങേത്ത്, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ, സബ് ഇൻസ്പെക്ടർ T അഖിൽ, ടർഫ് ഗ്രൗണ്ട് ഉടമ PV പത്മനാഭൻ, ഫുട്ബോൾ റഫറി റഷീദ് എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും സിവിൽ പോലീസ് ഓഫീസർ M ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിലെ റെഡ് സ്റ്റാർ നെല്ലിക്കാട്ട്, VAAC വാഴുന്നോറടി, നാഷണൽ FC കോട്ടപ്പുറം, FC ബംഗളം, മർച്ചന്റ് യൂത്ത് വിംഗ് നീലേശ്വരം, ഹേറ്റേഴ്സ് എടച്ചാക്കൈ, ABC കാലിക്കടവ്, BT ഗല്ലി, ബല്ലാക്കടപ്പുറം എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.